എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ ചാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Cups, King of Pentacles, Chariot energy, Ten of Wands, Ace of Pentacles, next വന്നിട്ട് Knight of Wands energy connections. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 of Cups and Ace of Pentacles എനർജിയാണ്. പല കാര്യങ്ങളും പര്യവസാനിച്ച് പുതിയ തുടക്കങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഈ പര്യാവസാനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടുന്ന പല കാര്യങ്ങളും നിലനിൽക്കുകയും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം വളരെ നല്ലൊരു കാര്യമാണ്. ചില കാര്യങ്ങളിൽ പക്ഷെ നിങ്ങൾക്ക് മനസ്സിൽ ഇനി ഇതില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അവിടെ അവസാനിക്കേണ്ട. ഇപ്പോൾ നമ്മൾ സ്കൂൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് പഠിത്തം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ആ സ്കൂളിൽ നിന്ന് പോരേണ്ട സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെയും മറ്റ് എല്ലാത്തിനെയും വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് പോകുന്നു. അപ്പോൾ നമുക്കറിയാം അത് തുടങ്ങുമ്പോൾ തന്നെ അറിയാം അതൊരിക്കലും അവസാനിക്കേണ്ടതാണ്. പക്ഷേ അവിടെ നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ പ്രവൃത്തി, നമ്മുടെ അവിടുത്തെ പെർപ്പസ്, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ നമുക്ക് വേണ്ടിയിട്ടുള്ള പെർപ്പസ്, അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുടെ നിങ്ങളോടുള്ള പെർപ്പസ് അവസാനിക്കുന്നു. അപ്പോൾ അത് അവിടെ തീർന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ്. അതേസമയം അകലുന്ന ഒരു ദുഃഖമുണ്ടെങ്കിലും സന്തോഷകരമായിട്ട് നിങ്ങളുടെ അവിടെ എന്തിനാണോ നിങ്ങൾ അത്രയും കാലം അവിടെ ചിലവഴിച്ച് അതിൻ്റെ പെർപ്പസ് കഴിയുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യം, ആ വ്യക്തികൾ, ആ സിറ്റുവേഷൻസ്, ആ ഇടമായിരിക്കും. അപ്പോൾ വിദേശത്തുള്ള ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു രാജ്യം വിട്ടുപോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആ രാജ്യത്ത് നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതേപോലെ എന്തെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസിനൊക്കെ മാറിപ്പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഉള്ള ഒരാളാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക്, മറ്റൊരു പ്രൊവിൻസിലേക്ക്, മറ്റൊരു സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. സെലിബ്രേഷനാണ്, എൻഡിങ് ഫേസ് ഉണ്ട്. അപ്പോൾ സ്പോർട്സ്, ആർട്സ് പോലുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളേതെങ്കിലും നാഷണലിലോ സ്റ്റേറ്റ്സിലോ കളിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാരെങ്കിലും മക്കളായിരിക്കാം, മറ്റാരെങ്കിലും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവാർഡ്സ് കാര്യങ്ങൾ സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ അതവിടെ എൻഡ് ചെയ്യുന്നു, എന്തെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ എൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ സെലിബ്രേഷനാണ്. അപ്പോൾ ടീമിൻ്റെ എന്തോ ഒരു കാര്യം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടീമിൻ്റെ ഭാഗമായിരിക്കാം, അതൊക്കെ എൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചൊരു ഡിസഗ്രിമെൻ്റ് സിറ്റുവേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീട് നിങ്ങൾ സ്വന്തമാക്കുന്നു. ഫൈനലി വീട് പണി കാര്യങ്ങൾ കഴിയുന്നതായിരിക്കും. വീട് പണി കുറച്ച് നാളായിട്ട് നടത്തുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡിലേസ് വന്നു, ഒന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഫൈനലി വീട് പണി കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ ഡ്രീം ഹൗസ് നിങ്ങൾ സ്വന്തമാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ ഒരു സമയം സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പര്യവസാനിക്കുമ്പോൾ തന്നെ പുതിയ ചില കാര്യങ്ങൾ വരുന്നു എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ മണി മാറ്റേഴ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി, തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് വീട് പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അകന്ന് സാമ്പത്തികമായിട്ട് മുന്നേറുന്നുണ്ട്. റിവാർഡ്സ്, ഗിഫ്റ്റ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതകളുള്ളൊരു വർഷമാണ്. അപ്പോൾ നിങ്ങൾ പൊതുവേ അല്ലെങ്കിൽ അങ്ങനെ അധികം ഗിഫ്റ്റ്സ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല എങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കുന്നു, നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ ഒത്തിരി സാധ്യമാകുന്നുണ്ട്. പുതിയ ഇൻകം സോഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലി സാധ്യതയാവാം. ജോലി മാറാം ചിന്തിക്കുന്നവർക്ക് ജോലി മാറ്റമായിരിക്കാം, പുതിയൊരു ജോലിയിലേക്ക് മാറുന്നതായിരിക്കാം. ഇങ്ങോട്ടേക്ക് ഒരു ഓഫർ വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മറ്റാരെങ്കിലും ഇങ്ങനൊരു സാധ്യതയുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് പരിചയമുള്ളവർ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് വഴി നിങ്ങൾക്ക് ഇങ്ങനൊരു ജോലി സാധ്യതയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്.
പേഴ്സണലായിട്ടുള്ള പ്രൊജക്ട്സ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചില ആളുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് കാര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു പുതിയ വീട് എന്നുള്ളൊരു സിറ്റുവേഷൻ സാധ്യമാകുന്നു. മണി വൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ, ഇൻവെസ്റ്റ് ചെയ്യുന്നതുണ്ട്. അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ് അതുപോലുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്, പ്രോപ്പർട്ടി ഡീലിങ്സ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഫീൽഡിലേക്ക്, സ്ഥലം കച്ചവടം അതുപോലത്തെ ഒരു ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങാം. നിങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതായിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു, നിങ്ങളത് വിൽക്കുന്നു, അത് പോകുന്നു, പിന്നെ പതുക്കെ അത് നിങ്ങൾക്ക് പറ്റിയൊരു കാര്യമാണ്, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് പതുക്കെ അതിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. സൈഡായിട്ട് പോകുന്നതാവാം, പിന്നീട് അത് സ്ഥിരം ബിസിനസ് ആക്കുന്നതും ആവാം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 10 ഓഫ് വോൺസ് എനർജിയാണ്. 10 ഓഫ് വോൺസ്, 10 ഓഫ് കപ്സ്. അതായത് ഒത്തിരി കാര്യങ്ങളുടെ നിങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു, പര്യവസാനത്തേക്കാൾ പൂർണ്ണതയിലെത്തുന്നു. അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. പുതിയ തുടക്കവും എന്നുള്ള രീതിയിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പല കാര്യങ്ങളും തുടങ്ങി പര്യവസാനിപ്പിക്കുന്നു, പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വർഷം വളരെ അംബീഷ്യസ് ആയിരിക്കും. എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങൾ പൊതുവേ നിങ്ങൾ ചിലപ്പോൾ ചുമ്മാ ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ വെറുതെ ആഗ്രഹിക്കല, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുന്നു. പണ്ടൊക്കെ നിങ്ങൾ കുറച്ച് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമായിരുന്നു, അതായത് തോറ്റു പോകുമെന്ന് പേടിച്ചിട്ടൊന്നും തുടങ്ങാൻ, ഇനിഷ്യേറ്റ് ചെയ്യാൻ ഭയമൊക്കെ, അതൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്. വളരെയധികം നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നു, നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത്. ട്രസ്റ്റ് എന്നുള്ളൊരു വിശ്വാസം, അത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വളരെയധികം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഫീലിംഗ്, അതായത് പ്രപഞ്ചശക്തി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ്. ഇതൊക്കെ വരുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, അതിപ്പോൾ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് കൂടെ നിങ്ങളുടെ ആ ഒരു വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മുന്നേറുമ്പോൾ, സാമ്പത്തികമായിട്ട് മുന്നേറുകയാണെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ മറക്കുന്നില്ല എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് കാര്യത്തിലാണോ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ആ കാര്യത്തിലെ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നുണ്ട്. കുറച്ചധികം നാളുകളായിട്ട്, ഇപ്പോൾ വർഷങ്ങളായിട്ട് തടസ്സം നിലനിൽക്കുന്ന, അതായത് മുന്നോട്ടേക്ക് പോവാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അതൊന്നും നടക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അതൊക്കെ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. തടസ്സങ്ങൾ, മാറ്റിവെക്കലുകൾ, ഇതൊക്കെ മാറി എന്നത്തേക്കാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്, ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിലേക്ക്. നിങ്ങൾക്കതൊരു പരിചിതമായിട്ടുള്ള കാര്യമാവില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കിയ ഏതൊരു കാര്യം ഒരു മുടക്കമോ തടസ്സമൊക്കെ വന്നിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പുതിയ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നു, അതായത് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്വിക്ക് മൂവ്മെൻ്റ് ആണ്, അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് പുതിയ ആളുകളെ കണ്ടെത്തുന്നു, പുതിയ ആളുകളെ നെറ്റ്വർക്കിംഗ് വഴി പുതിയ ആളുകളെ പരിചയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് വഴി മറ്റൊരു സുഹൃത്തിനെ പരിചയപ്പെടുന്നു. അപ്പോൾ അവരുടെ സുഹൃത്ത് അങ്ങനെ നീണ്ടുപോകുന്ന, ശൃംഖല പോലെ പോകുന്ന ഒരു ചെയിൻ പോലെ അങ്ങനെ പരിചയപ്പെടുന്ന വ്യക്തികൾ വെറുതെ പരിചയപ്പെടലല്ല, അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും അങ്ങനെ പരിചയപ്പെടുന്ന ആളുകൾ വഴിയിട്ട് ലൈഫിൽ നേട്ടം ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സൗഹൃദങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ പുറത്ത് വെച്ച് പരിചയപ്പെടുന്ന എവിടെ വെച്ചിട്ടായാലും, ഇപ്പോൾ എന്തെങ്കിലും ഒരു സോഷ്യൽ സർക്കിളിൽ പരിചയപ്പെടുന്ന ആളുകൾ വഴി മുന്നോട്ടേക്ക് ലൈഫിൽ നിങ്ങളുടെ പേഴ്സണലാണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ എനർജി ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഒത്തിരി ഗുണം ചെയ്യുന്നൊരു സമയമാണ്. സൗഹൃദങ്ങൾ വഴി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ നേട്ടങ്ങൾ, അതായത് നല്ല ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഏത് രീതിയിൽ, എവിടെ, എങ്ങനെയെന്നൊക്കെ. വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം
നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് സൗഹൃദങ്ങൾ വഴി നല്ലൊരു പാരൻസിന് വളരെ തൃപ്തിയുള്ള സമയമാണ്. കാരണം കുട്ടികൾ നല്ല സൗഹൃദങ്ങൾ വഴി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ആശ്വാസം, അതിൻ്റെ പ്രൗഡ് ഫീലിംഗ്, അഭിമാനമൊക്കെ തോന്നുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ലൈഫിലൊരു ബാലൻസ്, ലൈഫിലൊരു ഫോക്കസ് വരുന്നുണ്ട്. പിന്നെ പാരൻസും കുട്ടികളും തമ്മിലുള്ളൊരു കണക്ഷൻ, നല്ലൊരു കണക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്ന് സംസാരിക്കുക, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുക. അത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.